welcome to Cuckoo's Nest. പിന്നെ ഫ്രണ്ട്സ്, എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്. അവളുടെ പേര് അനശ്വര. അവള് നല്ലോണം ഡ്രോയിങ് ചെയ്യും. അപ്പോൾ എനിക്കും എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനും അവളുടെ അടുത്തുള്ള ബന്ധുക്കൾക്കും മാത്രമേ അറിയത്തുള്ളൂ അവൾ ഇങ്ങനെ നല്ലോണം ഡ്രോയിങ് ചെയ്യുമെന്ന്. പക്ഷെ നിങ്ങൾക്ക് ആഗ്രഹം കാണുമല്ലോ ഞാൻ അവരുടെ ഒരു ടാലന്റ് നിങ്ങൾക്ക് കാണണമെന്ന്. അപ്പോൾ എൻ്റെ ഈ ടാലന്റിനെ കുറിച്ചായിരിക്കും ഇനി വരുന്ന വീഡിയോസ് എല്ലാം. അപ്പോൾ ആ വീഡിയോസിന് വേണ്ടിയിട്ട് ഞാനൊരു പേരിടാണ്. ആ പേരാണ് ടാലന്റ് ഹണ്ട്. ഇന്നത്തെ ടാലന്റ് ഹണ്ടിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഒരണ്ണയാണ്. അപ്പോൾ നമുക്ക് പോവാം. ഇതാരാ ഇത്? എന്തുകൊണ്ടാ രാവിലെ പരിപാടി എല്ലാവരും കൂടെ? എന്താണ് വിഷയം? എന്ത് ശമ്പള രാവിലെ വമ്പൻ പരിപാടിയാണല്ലേ? ഞാൻ പറഞ്ഞ ആശിഷ് ശങ്കറിന് കുറെ ടാലന്റഡ് ആണ്. അപ്പൊ നമുക്ക് വേണ്ടിട്ട് ഇന്നൊരു ടാലന്റ് കാണിച്ചു തരും. ഒരു മിനിറ്റ്, എന്താണ് പരിപാടി? എന്ത് സംഭവം? എന്താ പരിപാടി കൊണ്ട് ഇറങ്ങിയേക്കാണല്ലേ? വാ ഇരിക്കേ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതെന്ത് നിങ്ങള് രാവിലെ രണ്ടുപേരോട് എന്ത് പരിപാടി? ഞാനങ്ങ് സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി. കാര്യം എന്ന് പറഞ്ഞാല് ഒന്നും പറഞ്ഞതില്ല, നിങ്ങൾ ഇന്നലെ ഒന്നും പറഞ്ഞില്ല. എന്ത് ആക്ച്വലി പരിപാടി എന്തുവാ? എന്ത് സംഭവം? ഓ ശരി, ഷൂട്ടിങ്. ചുമ്മാ പറയുന്നില്ല. അത് ശരി. എന്നിട്ട് ഞാൻ ഒന്നുമല്ല പറയുന്നേ. അല്ല, എന്നിട്ട് എന്ത് പറഞ്ഞു? അച്ഛൻ വേറെന്താ പറഞ്ഞെന്ന് പറ. എനിക്ക് വയ്യ എന്റെ പൊന്നെ. ഞാനുണ്ട് ഇവിടെ. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം. അച്ഛൻ പറയുന്നത് അത്രയും ഒന്നുമല്ല. എനിക്കറിയില്ല അച്ഛൻ പറയുന്നത്. ഇതെപ്പോ പറഞ്ഞു? അച്ഛൻ എപ്പോ പറഞ്ഞത്? എന്താ ദൈവമേ. എന്തായാലും ഒരു കാര്യം ചെയ്യാം. ഞാനൊരു കാര്യം ചെയ്യാം. ശമ്പളം ഞാൻ പോയി ഷർട്ടൊന്ന് മാറ്റിയിട്ട് വരേ. സത്യമായിട്ട് എനിക്ക് ഇതിനകത്തുള്ള ഒന്നും നന്നായിട്ട് വാങ്ങി എനിക്ക് അറിയത്തില്ല. സത്യമായിട്ടും അറിയത്തില്ല. മോളുടെ അടുത്ത് അറിയിക്കാൻ മാത്രമല്ല പറഞ്ഞു. ആണോ? സത്യമായിട്ടും അറിയത്തില്ലേ? ഞാൻ കാണിച്ചു തരാം. ഇല്ല, നോക്കിയോ, വേണ്ടത് നോക്കിയോ. എന്തിനല്ലേ പിടിക്കുന്നത്? ഇങ്ങനെ എന്നെ കളിയാക്കിയൊന്നും വേണ്ട. എനിക്കറിയാം കേട്ടോ. ഓക്കെ. ഗിറ്റാറ് ഞാൻ ട്രൈ ചെയ്ത് നോക്കാം.
എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയത്തില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ. ഞാൻ ഫ്ലൂട്ട് വായിച്ച് ഇഷ്ടപ്പെട്ടായിരുന്നു പിള്ളേരുന്നു. കാരണം ഞാൻ ഫ്ലൂട്ട് ആക്ച്വലി തന്നെ വായിച്ച് പഠിച്ചതാണ്. എങ്ങനെയായാലും എനിക്ക് തോന്നുന്നൊരു ഞാൻ 10th ഒക്കെ കഴിഞ്ഞപ്പോൾ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം വായിച്ച് തന്നെ പഠിച്ചതാണ്. പിന്നെ ഗിറ്റാർ അതുപോലെയൊക്കെ തന്നെയാണ്, തന്നെ പഠിച്ചെടുത്തതാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ ക്ലാസ്സിൽ നിന്നും അങ്ങനെ പോയിട്ടില്ല. ഞാൻ അറിഞ്ഞ് വയലിൻ പഠിക്കുന്നവരെ അറിഞ്ഞായിരുന്നു. എന്തോ വയലിൻ പഠിത്തം എന്തോ അത് പറ. അത് നിർത്തി വെച്ചാണ്. അതാണ് നിർത്തരുത്. കണ്ടിന്യൂ ചെയ്യണം. ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞോ. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി വായിച്ച കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി വീരൻ പഴം പാട്ടിൽ മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു നിന്റെ മുള്ളുകുടം പോലെ തേങ്ങി. പഠിച്ചല്ലേ ഗിറ്റാർ? ഇത്രേ ഉള്ളു. ഓക്കെ, അപ്പം കാണാം. ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളുടെ നോട്ടിഫിക്കേഷനിൽ ലഭിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും